ആത്മീയ സാധനയില് ഉം. ആ കത്തല് കണ്ടാണ് ഒരു ഗുരു എന്ത് ചെയ്യുന്നത്, ദീക്ഷ കൊടുക്കുന്നത്. അതിന് ഒരു വ്യക്തിയുടെ കണ്ണിൽ ഒരു കുറച്ചു നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നോക്കുമർമ്മം കൊണ്ട് അവരെ നീണ്ട നിദ്രയിലേക്ക് കടത്തിവിടാൻ പറ്റും. ഒരു 10,000 വോൾട്ട് എനർജി വരുന്ന സമയത്ത് ആ ബോഡിക്ക് അത് താങ്ങാൻ പറ്റിയുള്ള അവസ്ഥയൊന്നും ആലോചിച്ച്, വ്യക്തികളെ നാം അവരുടെ മനസ്സിൽ എങ്ങനെ പരിപാലിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ നാം എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കും? എന്നും തിരുവണ്ണാമല അവിടെ ഇരുന്ന് മാത്രമല്ല, തിരുവണ്ണാമല മാത്രം പോകണമെന്നില്ല, ഈ നിമിഷം ഇവിടെ ഇരുന്നാൽ ആ ഊർജ്ജത്തെ അറിയാൻ പറ്റും. ഒരു ഗുരുജി ഞങ്ങൾക്ക് തായോ അത് ഞാൻ മന്ത്രദീക്ഷ നൽകുന്ന എന്തിനാ? അതൊരു ക്രമീകരണമാണ്. എന്നാ ഒരു ഗുരു സ്പർശദീക്ഷ കൊടുക്കുന്നത് അവർ അവിടെ നിന്ന് ഉയർന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്, അതായത് എനിക്ക് തോന്നുന്നു ശ്രീഎമ്മിൻ്റെ പുസ്തകത്തിലാണ് തോന്നുന്നു വായിച്ചിട്ടുള്ളത്. ഒരു യോഗി ഒരു ദീക്ഷ കൊടുക്കുമ്പോൾ ആ ദീക്ഷ കൊടുക്കപ്പെടുന്ന ആൾക്ക് അതിനുള്ള യോഗ്യത, അതിനൊപ്പം തന്നെ ശരീരത്തിന് നാഡീഞരമ്പുകൾക്ക് ബലം ഉണ്ടായിരിക്കണം, പവർ ഉണ്ടായിരിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഗുരു കൃത്യമായ രീതിയിൽ മാത്രമേ അത് ചെയ്യാവൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ശരീരത്തിന്റെ ആ ഒരു ശേഷി, അതിനെ താങ്ങാനുള്ള ഒരു ശേഷി, സ്വീകരിക്കാനുള്ള ഒരു ശേഷി വളരെ അതിലൊരു പ്രത്യേകത ഉള്ളതല്ലേ? അതെ, തീർച്ചയായും. ഇപ്പം ഞാൻ തിരുവണ്ണാമല യാത്രയെക്കുറിച്ച് മറ്റേ അദ്ദേഹത്തിന്റെ അടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, സാധാർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഫോം ഫില്ല് ചെയ്യും. പെന്നിൽ നിന്ന് രാജയോഗ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്ന സന്യാസിമാരുണ്ട്, അവർ ഇന്റർവ്യൂ ചെയ്യാനിരിക്കും. അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് നാഡീ വ്യവസ്ഥയാണ് അവർ നോക്കുന്നത്. നാഡീ വ്യവസ്ഥയെ നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്യാറുള്ളൂ. സെലക്ട് ചെയ്യുന്ന എന്തുകൊണ്ട്? അവർക്ക് അതിനുള്ള ഈ പറഞ്ഞതുപോലെ സ്വീകാര്യത, ശ്രവണതയുണ്ട് വെച്ചാൽ അത് ഊർജത്തെ ഉൾക്കൊള്ളാൻ പറ്റുമോ നോക്കിയിട്ടേ നാം എടുക്കാറുള്ളൂ. പിന്നെ ദീക്ഷകളിൽ പല ദീക്ഷയുണ്ടല്ലോ, സ്പർശദീക്ഷയുണ്ട്, മന്ത്രദീക്ഷയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ ശിവരാത്രിയുടെ ഈവെന്റിൽ ഞാൻ മന്ത്രദീക്ഷ മാത്രമാണ് ഉദ്ദേശിച്ചത്. അവിടെ വന്ന കുറച്ചാളുകൾക്ക് നല്ല തീവ്രപരമായ ആത്മീയതയിൽ ഉയരാൻ പറ്റുന്ന ആത്മാക്കൾ അവിടെ വന്നിട്ടുണ്ട്. പ്രാണശക്തി അത്രയും ഉയരാൻ പറ്റുന്നത്, അവർക്കെല്ലാം ഞാൻ സ്പർശദീക്ഷ കൊടുത്തു. ചില ആൾക്കാരെ ഞാൻ ഒഴിവാക്കി നിർത്തി. അപ്പൊ അവരെന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ആവശ്യപ്പെടുക, ഗുരുജി ഞങ്ങൾക്ക് എന്താ ദീക്ഷ തരാത്തതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മന്ത്രദീക്ഷയാണ്. അവർ 3 പേര് പിണങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഗുരുജി ഞങ്ങൾക്ക് തായോ അത്. ഞാൻ പറഞ്ഞു, മന്ത്രദീക്ഷ നൽകുന്ന എന്തിനാ? അതൊരു ക്രമീകരണമാണ്. എന്നാ ഒരു ഗുരു സ്പർശദീക്ഷ കൊടുക്കുന്നത് അവർ അവിടെ നിന്ന് ഉയർന്നത് കൊണ്ടാണ്. ഇപ്പൊ ഒരു 10 പേരിയ്ക്കുന്നു, ചിലപ്പോൾ 10 പേരെ നമ്മൾ ഒരേപോലെയുള്ള ഫീസ് ആയിരിക്കും വാങ്ങിച്ചിരിക്കുന്നത്. ഫീസ് വാങ്ങുന്നത് നാം അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു ഗുരുവിന് ഒരു കച്ചവടക്കാരൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല ഒരിക്കലും, അല്ലേ? ഒരു നാഡീ വ്യവസ്ഥ നോക്കാതെ ഒരാളൊരെണ്ണം ക്രമീകരിക്കാൻ പറ്റുമോ? അതിനിപ്പം അവർക്ക് കൊടുത്തെന്ന് വെച്ചോ, കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഊർജത്തെയും കമ്പനത്തെയൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അവരവിടെ അച്ചടക്കം പാലിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കൊടുക്കാത്തത്. അത് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ 2 പേര് തമ്മിൽ ഒരൊറ്റ എനർജിയിൽ എത്തുന്നു, വേറൊരാൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗുരുവിന്റെ എനർജി ബോഡിയിൽ എന്തുമാത്രം തകരാറുണ്ടാവും, അല്ലേ? നാം ഒരു എനർജിയിലാണ് ചെയ്യുന്നത്, അതിനവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ, നാഡികൾ ആ കമ്പനത്തെ കൊള്ളുന്നില്ലെങ്കിൽ, ഇവിടുന്ന് ഒരാൾ അത് വർക്ക് ചെയ്യുക, അവിടെ എനർജി ബോഡിക്ക് ഡാമേജ് ഉണ്ടാകുന്നുണ്ട് ആ സ്പോട്ടിൽ തന്നെ, അതിവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നാം ഒഴിവാക്കുന്നത് ആ പ്രോസസ്സിൽ നിന്ന്. ഇപ്പോഴാണെങ്കിലും ദീക്ഷ സ്വീകരിക്കാൻ വരുന്നോട്ട് പറയാം, ആ സംശയം എന്നോട് ചോദിക്കില്ല, എന്തുകൊണ്ട് നൽകിയില്ല? നാഡീ വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥ അറിഞ്ഞ് മാത്രമേ നമുക്കത് ക്രമീകരിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പറഞ്ഞുള്ള പോലെ 99 എണ്ണത്തിന് അല്ലെ മോശപ്രാപ്തി, അല്ലെങ്കിൽ സന്യാസ മാർഗം, ഉയർന്ന 7 ചക്രങ്ങളെയും ഒരു വ്യക്തിക്ക് ഒരു ലൈഫ് ടൈമിൽ, അല്ലെങ്കിൽ ഒരു 4 ലൈഫ് ടൈമിലൊക്കെ തന്നെ 4 ചക്രങ്ങൾ വരെയൊക്കെയാണ് അവർ എത്തുന്നത്. 6 ചക്രങ്ങൾ എത്തുക എന്ന് പറയുന്നത് കുറച്ച് തയ്യാറെടുപ്പുകൾ വേണം, ജന്മാന്തരത്തിന്റെ ഒരു തയ്യാറെടുപ്പുകൾ വേണം. നാം എല്ലാം ഒരു കൊളുത്തിരിക്കുന്ന തീ പോലെ കണ്ടാൽ മതി. തീർച്ചയായും പേപ്പറിൽ തീ കൊളുത്തി, അതിപ്പം തുടക്കം കത്തുന്ന പോലല്ല, പിന്നെ കത്തി അതേപോലെയാണ് ഓരോ ജീവനും ഇരിക്കുന്നത്. ആത്മീയ സാധനയില് ആ കത്തല് കണ്ടാണ് ഒരു ഗുരു എന്ത് ചെയ്യുന്നത്, ദീക്ഷ കൊടുക്കുന്നത്. അതിന് അപ്പൊ സ്പർശദീക്ഷ 5 പേർക്ക് കൊടുത്താൽ ബാക്കി 2 പേര് അവിടെ നിൽപ്പുണ്ട്, അവർ ചോദിച്ചു വാങ്ങേണ്ടതല്ല ദീക്ഷ. ഗുരു എനിക്കും ആ ശക്തി തായോ, അങ്ങനല്ല അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാഡീ വ്യവസ്ഥ അറിഞ്ഞാൽ നമുക്കതുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് മുക്തി കിട്ടില്ല, മോശം കിട്ടില്ല, ഞങ്ങൾ പിന്നെ എന്തിനു ഈശ്വരീയ മാർഗത്തിൽ, അങ്ങനെ അവർ ഡൗട്ട് അടിച്ചും അവരെ ഇമാജിനേഷനിൽ പോവും. പക്ഷെ അവരോട് പറയുന്നുണ്ട്, നാം കൃപയിൽ ആശ്രയിക്കുക. ഇതൊരു സൃഷ്ടിയെ നയിക്കുന്ന ഒരു ബോധം ഇവിടെ ഉണ്ട്. അതായത് ഗുരു എന്ത് ചെയ്യുന്നതിനും ഒരു കാരണം ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കുക. ഇപ്പോൾ അങ്ങനെ ഒരു സ്പർശദീക്ഷ ആവശ്യമില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അത് താങ്ങാൻ ശേഷിയില്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ ഒരു പക്ഷെ അവരവിടെ വീണു പോകാൻ വരെ സാധ്യതയില്ലേ? അതെ, അല്ല, സ്പർശദീക്ഷ ഇപ്പം ആര് സ്വീകരിച്ചാലും അവരത് നിലത്തേക്ക് പോകുന്നുണ്ട്. ഊർജം അത്രയും കമ്പനം കൊണ്ടിരിക്കുമ്പം ശരീരത്തെ നമുക്ക് പിടിച്ചു നിർത്താം. പ്രത്യാഹാരയുടെ അവസ്ഥയിൽ എല്ലാവരും തന്നെ ഊർജം നമ്മൾ പുറത്തേക്ക് താഴത്ത് അങ്ങ് വീഴും തന്നെ.
അപ്പൊ ആൾക്കാരത് വീഴും. അപ്പം നമ്മളിപ്പോ ഒരു എനർജി പാസ് ചെയ്യുമ്പോൾ എന്തായാലും അവരുടെ ആ വ്യവസ്ഥ അറിഞ്ഞുകൊണ്ടാണല്ലോ കൊടുക്കുന്നത്. പിന്നെ എന്തുമാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ രീതി. ഇപ്പം നമുക്ക് സിദ്ധന്മാർക്കുള്ള സിദ്ധികൾ പലതും ഉണ്ട്. ഒരു വ്യക്തിയുടെ കണ്ണിൽ ഒരു കുറച്ചു നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നോക്കുമർമ്മം കൊണ്ട് അവരെ നീണ്ട നിദ്രയിലേക്ക് കടത്തിവിടാൻ പറ്റും. അതേപോലെ ദീക്ഷമുണ്ട്, അവരെ വേണമെങ്കിൽ അവരുടെ സ്പർശനം, കമ്പനം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്കത് സ്വീകരിക്കാൻ പറ്റാത്ത ഊർജത്തെ അവർക്ക് അത്രത്തോളം താങ്ങിക്കൊണ്ട് വരുമ്പം സബ് കോൺഷ്യസും കട്ടായി, എന്നാലും ഒരു കോൺഷ്യസ് മാത്രമേ ഉള്ളൂ. ആ കോൺഷ്യസ് ആ എനർജി ലെവലിൽ നിൽക്കുക. പക്ഷെ ഒരു 10 വർഷം കൊണ്ട് ഒരു യോഗി കൈവരുന്ന ഒരു ഊർജ ശക്തിയുണ്ട്. ഒരു 10,000 വോൾട്ട് എനർജി വരുന്ന സമയത്ത് ആ ബോഡിക്ക് അത് താങ്ങാൻ പറ്റിയുള്ള അവസ്ഥയൊന്നും ആലോചിച്ച്. ആ ബോഡി എന്ത് ചെയ്യും? ബോഡിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, ബോഡി നേരെ താഴത്തേക്ക് വീഴും. പക്ഷെ ആ കോൺഷ്യസിലാണ്, ആ ശൂന്യതയിലാണ്, ആ സ്റ്റേറ്റിൽ അവര് ആ ശൂന്യത എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അതൊക്കെ നമുക്ക് കൊടുത്തുവിടാവുന്ന കാര്യമുള്ളൂ. ഒരു ജീവനാണെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. പിന്നെ സാധനമാർക്ക് ഇപ്പൊ ശിവരാത്രി ഇതിൽ വന്നവർക്ക് ഒരാൾക്ക് കൊടുത്ത മന്ത്രമല്ല ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത്, വ്യത്യസ്തമാണ്. ആധാര മന്ത്രങ്ങൾ സിദ്ധ പരമ്പരയ്ക്കെല്ലാം ഒരു ധ്വനിയാണ്, ഒരു വാക്കാണ്. ആ വാക്കാൽ അടങ്ങുന്ന മന്ത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മന്ത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ നാഡിയെ നോക്കി മാത്രമാണ് നാം അത് ചെയ്യുന്നത്. അപ്പൊ അതവര് അർപ്പിക്കണം. എനിക്ക് മുക്തി കിട്ടോ, എനിക്ക് മോക്ഷപ്രാപ്തി കിട്ടോ, ഇങ്ങനല്ല. എനിക്ക് ആ കമ്പനം കിട്ടോ, ഒന്നും കിട്ടണ്ട. ആ ബോധ്യത്തോടെ ഇരുന്ന് ആര് സാധന ചെയ്യുന്നു അവർക്കത് കിട്ടും. കൃപ അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ കാർമിക് സൈക്കിളിൽ നാം വീണ്ടും വീണ്ടും കർമ്മത്തിലേക്ക് കടന്നു പോകത്തതേ ഉള്ളൂ. ഗുരുജി, അതായത് എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹത്തോടെ അല്ല, എല്ലാത്തിൽ നിന്നും വിട്ടിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. അതെ, നമുക്കിപ്പോൾ എനർജി എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ സാസാര തുറക്കണമെന്നോ, ആ ഒരു എക്സ്റ്റസി കിട്ടണമെന്നോ, ശൂന്യ കിട്ടണമെന്നോ, കണ്ണീന്ന് ഒലിക്കണമെന്നോ, അല്ലെ എല്ലാ അമ്പലങ്ങളിൽ പോകുമ്പോൾ എനർജി കിട്ടണമെന്നോ ഒന്നും എക്സ്പെക്റ്റ് വേണ്ട. എന്തൊന്നും നിർബന്ധ പ്രകാരം ചെയ്യുന്നത്, ബ്രഹ്മചാര്യം തൊട്ട് അതിനിപ്പോൾ വേറെ എന്തൊരു കാര്യം, ഭക്ഷണം പോലും ഞാൻ ആരോടും പറയാറില്ല നിങ്ങൾ വെജ് ആണോ നോൺ വെജ് ആണോ ഒന്നും ഞാൻ പറയാറില്ല. നിങ്ങളെ ഒന്നിനും നിർബന്ധിക്കാതിരിക്കുക. എൻ്റെ ജീവൻ കടന്നു വന്ന് എനിക്കറിയാം. എൻ്റെ ജീവൻ കടന്നു വന്ന ഞാനിപ്പോ ബ്രഹ്മചാരിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ആ ശുദ്ധതയോട് അത് ഞാൻ ഒന്നിനെയും നിർബന്ധിച്ചിട്ടില്ല. തന്നെ നമ്മുടെ ജീവൻ എന്ത് ചെയ്യും, പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഈ ജീവൻ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയെ, ഈ ഒരു മനുഷ്യൻ ഇത്തരത്തേക്ക് ഉയർന്ന തലത്തിൽ എത്താമെന്ന് നാം അറിയുന്ന സമയത്ത് നമ്മളിന്ന് എല്ലാ വാസനകളും പോവുക ചെയ്യുന്നത്. ഇന്ന് 10 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗുരുജി നമ്മുടെ കുണ്ടലിനി ഉയരാൻ ഈ മാർഗം പറഞ്ഞു തന്നു, ഇതിപ്പോ ചെയ്യാം, ഇപ്പൊ ചെയ്തങ്ങ് ഉയർത്താം. എന്താ ഇന്റൻഷൻ എന്താ? ഓ, സിദ്ധി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരിൽ നിന്ന് റെസ്പെക്ട് കിട്ടും, അല്ലെ മുഖത്തിന്റെ തേജസ് കൂടും. ഇതൊക്കെയാണ് പലരുടെ ഇന്റൻഷൻ. ഇതൊന്നുമല്ല നാം ചെയ്യേണ്ടത്. നമുക്കൊന്നിനോടും വേണ്ട. പോവുക, സാധനാ മാർഗത്തിലൂടെ പോവുക. മന്ത്രം ജപിക്കുക പറയും, മന്ത്രം ജപിക്കുക. ഒന്നിനോടും നിർബന്ധിക്കാത്ത അവസ്ഥയിൽ എത്തുന്ന ഏതൊരാളാണ് അവർ കൈവരിക്കും. മുക്തി, ബ്രഹ്മം കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പോലും കിട്ടില്ല. സത്യം അതാണ്, കിട്ടില്ല. എന്തുകൊണ്ടാണ്? അവരിലെല്ലാം നിർബന്ധമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ദ്രോഹം ചെയ്യുന്നത്. അവർക്ക് വിവാഹം തെറ്റ്, മത്സ്യമാംസം കഴിക്കുന്നവർ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഇവരെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? നാം ഒരു ആനന്ദത്തിലാണെങ്കിൽ നാം ആനന്ദത്തെ ശ്രദ്ധിച്ചാൽ പോരെ. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരിക്കൽ ഞാൻ പറയുന്നത് കേട്ട് ഇത് എത്തണം ഗുരുജി എന്ന് പറഞ്ഞു വരുന്നവർക്ക് നാം പറഞ്ഞു കൊടുക്കും. എൻ്റെ വീട്ടിലുള്ള ഒരൊറ്റ മനുഷ്യർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇന്ന് തന്നെ നമ്മുടെ ക്യാമറ ടീമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവർ ചോദിക്കുമ്പോൾ മാത്രം ഞാൻ 1-2 ഉത്തരം പറയും. ആരോടും നിർബന്ധിക്കാറില്ല. എനിക്കറിയാം നിർബന്ധിച്ചുകൊണ്ട് വരേണ്ട ഒന്നല്ല. വ്യക്തികളെ നാം അവരുടെ മനസ്സിൽ എങ്ങനെ പരിപാലിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ നാം എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കും, അതവർക്ക് ആ കമ്പനവും ശക്തിയും കിട്ടണം. അതിലേക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ വളരും. ഇപ്പൊ ഒരു ഊർജം ഞാൻ കൊടുക്കുമ്പം അവർ ഷിവർ ചെയ്യുന്നുണ്ട്, അവര് ബോധം കെട്ട് താഴോട്ട് ഒരു കോൺഷ്യസിൽ നിന്ന് അവർ കട്ടായി പോകുന്നുണ്ട്. ഇതൊക്കെ അവരിൽ ഉണ്ടാക്കുന്നത് ഒരു നിമിഷം മാത്രമല്ല, അവരൊരു വിത്തുണ്ട്. അവർ വെറുതെ ഇരുന്നാലും അവർക്ക് സംഭവിക്കുന്ന ഒരു പ്രക്രിയ അവരുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ രാജയോഗയുടെ ദീക്ഷ എടുത്തിട്ടുള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ ഗുരുവായൂരെത്തിയാല് ഒരു ഗുരുശിഷ്യ ബന്ധം ഒരു മൊബൈല് പോലെ അല്ലല്ലോ. അതെ, അതൊരു സൂര്യൻ പോലാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇരുട്ടിൽ നിന്ന് സൂര്യൻ ഉദിച്ചാൽ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു എനർജി കൊടുക്കാൻ എനിക്ക് പറ്റും. അവരെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്ത് പോലും ഇല്ല. പക്ഷെ അവർ പറയും
അവസ്ഥയിലാണ്. ഒരു ഗുരുപൂജ ചെയ്യുമ്പം പലരും എൻ്റെ അടുക്ക ചോദിച്ചിട്ടുണ്ട്, ഗുരുപൂജ ചെയ്യുമ്പം എൻ്റെ അടുക്ക ചോദിച്ചു, ഗുരുജി ഇപ്പം സർപ്പങ്ങളുടെ വല്ലതും നാഗമണ്ഡപത്തിലെ വല്ലതും ആണോ? ശരിക്കും ഭയങ്കര സർപ്പ എനർജി ആയിരുന്നു എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലാ, അവിടെ കാവുണ്ട്, സർപ്പക്കാവ്, മണ്ടയ്ക്ക് നാഗമണ്ഡപം ഉണ്ട്. അത് ഇന്ന് ഗുരുപൂജയിൽ ഭയങ്കര സ്പിന്നിങ് എനർജി ആയിരുന്നു. ഇവരോടൊന്നും ഞാൻ നമ്മൾ നിരന്തരം മെസ്സേജ് ഇടുന്നവരൊന്നും അല്ലല്ലോ. റീസെൻ്റ്ലി ഗുരുവായൂർ ഞാൻ നിൽക്കുമ്പം എൻ്റെ ഒരു ശിഷ്യ എന്നോട് ചോദിച്ചു, ഗുരുജി അനാഹത പൊട്ടിത്തെറിക്കുന്ന വൈബ്രേഷൻ ആയിരുന്നു ഇന്നത്തെ ഗുരുപൂജയില്, ഭയങ്കര സാഹസാരിലേക്ക് ഉണ്ടായിരുന്നു. ഗുരുജി ഗുരുവായൂരും എല്ലാം ആണോ? എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടല്ല, യൂട്യൂബിൽ ഷോർട്ട് ഇട്ടിട്ടില്ല, ഇന്ന് ഇപ്പൊ വരുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നില്ലല്ലോ. ഗുരുവായൂരാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ മാറിയുള്ള ക്ഷേത്രത്തിൽ. അപ്പൊ രാത്രി കിടന്നുറങ്ങുമ്പോ എന്തെങ്കിലും നിദ്ര സമാധിയിലാണ്. ഈ ഗുരുപൂജ സമയത്ത് അവർക്കത് കിട്ടി. ഗുരുശിഷ്യ ബന്ധം എന്ന് വെച്ചാൽ അല്ലെ, ആ ദീക്ഷയുടെ പ്രക്രിയ ഒരു നിമിഷം കൊണ്ട് കഴിയുന്നതല്ല, നിരന്തരം അവർക്കത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഉയർന്ന ഒരു യോഗി രാജയോഗയുടെ ദീക്ഷ ഞാൻ തിരുവണ്ണാമല വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നും തിരുവണ്ണാമല അവിടെ ഇരുന്ന് മാത്രമല്ല, തിരുവണ്ണാമല മാത്രം പോകണമെന്നില്ല, ഈ നിമിഷം ഇവിടെ ഇരുന്നാൽ ആ ഊർജത്തെ അറിയാൻ പറ്റും. രമണ മഹർഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് അനുഭവിക്കാൻ പറ്റും അല്ലെ. അതാണ് യോഗികളുടെ, ആ സിദ്ധന്റെ ആ കൈവരിക്കുന്ന ഊർജത്തിന്റെ പ്രക്രിയ. അത് നാം വിചാരിക്കുന്നു, ഓ ഇത് എന്താ പറയുക, ഇവരെന്തെങ്കിലും മാജിക് കാണിക്കുവാണോ, അങ്ങനെയൊക്കെ. ഇതൊരു ഡ്രാമയാണോ? ദീക്ഷ, അവർ മയങ്ങി വീഴുന്നു, ഒരു സ്പിൻ ചെയ്യുന്നു, അതൊരു ഡ്രാമയല്ല. അത് ജീവൻ, മനുഷ്യൻ ഇങ്ങനെ ഒരു തലമുണ്ടെന്നുള്ള ഒരു രീതിയാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും സിദ്ധിയാണോ കാണിക്കുന്നത്? അല്ല. നമ്മൾ അവിടെ ഒരു അവരെ തന്നെ, അവർക്ക് തന്നെ ഉയർന്ന് വേറൊരു മാനത്തെ അറിയാനായിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. ഇപ്പം നമ്മുടെ പക്കല് സൃഷ്ടിയുടെ അറിവില്ല. ചിലർ വിചാരിക്കും ഗുരു എന്ന് പറയുമ്പോൾ വീട്, കാറ്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു മെൻഡറെ പോലൊക്കെ അവർ സംസാരിക്കും, അല്ലെ അവരതാന്ന് ചിന്തിക്കും. എന്നാല് സൃഷ്ടിയുടെ ബോധത്തെ അറിഞ്ഞൊരു ഊർജമാണ് നമ്മളോട് കമ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനം അവരുള്ളിൽ ഇട്ട് കഴിയുമ്പം സൃഷ്ടിയുടെ പദ്ധതിയല്ലേ അവരിൽ കയറുന്നത്, ജീവന്റെ പദ്ധതിയല്ലേ. ഒരു വ്യക്തിക്ക് മനസ്സും ശരീരവും ഉണ്ട്. എന്നാൽ ജീവനിൽ ഒരാള് തൊടുമ്പം അതിൽ സ്പർശിക്കുന്ന ആ നിമിഷം മുതലാണ് ജീവ ഊർജത്തിന്റെ കമ്പനത്തെ അറിയുന്നത്. ഓ, എനർജി ഉണ്ടല്ലേ, ഞാനൊരു കമ്പനമാണ്, ഞാനൊരു ഊർജമാണെന്ന് അറിയുന്നത്. ഇത് മെല്ലെ മെല്ലെയാണ് ധാരണാശക്തി കൈവരിക്കുകയും ജീവന്റെ പദ്ധതിയും സൃഷ്ടാവിന്റെ പദ്ധതി എന്താ നാം റിയലൈസേഷൻ ചെയ്യുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതാണ് ഒരു ഗുരുവിന് കൊടുക്കാൻ പറ്റുന്നത്, ജീവന്റെ പദ്ധതിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും അബാക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും മനോഹരമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും മഹത്വമാർന്ന കാര്യങ്ങൾ പറഞ്ഞു നൽകിയതിന് എനിക്ക് ഒരുപാട് നന്ദി. ശരി, നമസ്കാരം.